വെൽക്കം ടു ഷെഫ് അറ്റ് ഹോം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കപ്പ ബിരിയാണിയാണ്. കപ്പ ബിരിയാണിയിലെ ബീഫും കപ്പയാണ് നമ്മൾ രണ്ട് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പം അതിൽ മല്ലിയിലയും പിന്നെ ഒരു മുട്ടയും ബിരിയാണിയിലെ അല്പം ജീരകത്തിൻ്റെ പൊടി പിന്നെ കുരുമുളക് പൊടി ഇത്രയൊക്കെയാണ് അഡീഷണൽ ആയിട്ട് നമ്മൾ ഇട്ടിട്ടാണ് കപ്പ ബിരിയാണി ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. മെയിനായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് തന്നെ ബീഫ് ബോയിൽ ചെയ്യാൻ വയ്ക്കണം. ബീഫ് ബോയിൽ ചെയ്യാൻ വയ്ക്കുമ്പോൾ ഇതിൽ നമ്മൾ എല്ലാ മസാലകളും ആഡ് ചെയ്യുന്നുണ്ട്, അല്പം ഓയിൽ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം കൂടി ആ ഒരു നമ്മൾ അല്പം വെള്ളം കൂടി അതിൻ്റെ സ്റ്റോക്കും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഈ കപ്പ ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫുള്ള് ടേസ്റ്റും ആ ഒരു എസൻസ് എല്ലാം കിട്ടിയിട്ട് നല്ല അടിപൊളി ഒതന്റിക് ഫ്ലേവർ ആയിരിക്കും കപ്പ ബിരിയാണി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ കപ്പ വേവിക്കാനായിട്ട് നമ്മളൊരു 2 ലിറ്ററോളം വെള്ളം ഒഴിച്ചു കൊടുത്തൊരു പാനിലേക്ക് 1/4 ടേബിൾ സ്പൂണോളം ഉപ്പും 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ലൈറ്റായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് കറിവേപ്പില, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് കപ്പ നമ്മൾ ഡയറക്റ്റായിട്ട് അതിൽ കട്ട് ചെയ്തിട്ടാണ്. ഇത് നമുക്ക് വേറെ കട്ട് ചെയ്തിട്ട് പാത്രത്തിൽ ഇട്ട് ജസ്റ്റ് മുകളിലേക്ക് ഇട്ടാലും മതി. ഇപ്പം നമ്മൾ ജസ്റ്റ് വീഡിയോയ്ക്ക് ആണെങ്കിൽ ചെയ്തെന്നുള്ളൂ. അപ്പം നമ്മൾ വീട്ടിലേക്ക് കൊത്തിയരിയുന്ന പോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് അതിനെ കൊത്തിയരിഞ്ഞ് വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ചെറിയ കപ്പ മുഴുവൻ ആ മഞ്ഞപ്പൊടിയുടെ കളർ കിട്ടാനായിട്ട് ജസ്റ്റ് നമ്മൾ വെള്ളത്തിലേക്ക് മുക്കിയിട്ട് നമ്മളതിനെ അടച്ചു വെച്ചു. ഇത് മാക്സിമം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ് വെന്താൽ മതിയാവും. അടച്ചു വെച്ച് ബോയിൽ ചെയ്യുന്നത് പെട്ടെന്നാവും. ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ചോപ്പി വെച്ചിട്ടുള്ള സവാള, വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നീളത്തിൽ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നീളത്തിൽ കട്ട് ചെയ്താലും നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് കിട്ടും. നമ്മൾ അല്പം ഓയിൽ കൂടുതൽ ഒഴിക്കുന്നുണ്ട്, എന്നാലാണ് ആ ഒരു ബിരിയാണി തയ്യാറാകുമ്പോൾ നല്ലൊരു ഗ്ലേസിങ് കിട്ടുള്ളൂ. ഇത് നമ്മൾ സ്ലോ ഫയറിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. അതിലേക്ക് നമ്മൾ 1/4 ടേബിൾ സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തു. നമുക്കിതിൽ ഒരുപാട് മസാലകളുടെ ആവശ്യമില്ല. ആദ്യം തന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടി ഒരു 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഇത്രയാണ് നമ്മളിതിൽ മസാലയായിട്ട് ചേർക്കുന്നത്. അത് നമ്മൾ നല്ല രീതിയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇത് കപ്പ ബിരിയാണി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. ഇതൊക്കെ ഓപ്ഷനിലാണ്. നമ്മൾ ജസ്റ്റ് ആ ഒരു പേരിന് ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ മുട്ട കൂടി 2 മുട്ട ഒഴിച്ചു കൊടുത്തു. അതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് ചിക്കിയെടുത്ത് നല്ല രീതിയിൽ അതിനെ ഇതാക്കിയിട്ട് ഒരുവിധം റെഡി ആയിട്ട് വരുമ്പോൾ ഒരുപാട് ഓവർ കുക്ക് ആവേണ്ട, ആ സോഫ്റ്റ്നെസ് വേണം അതിന്. ഇനി നമ്മൾ അതിലേക്ക് ബീഫ് ബോയിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ ആ സ്റ്റോക്ക് കൂടി നമ്മൾ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. ആ സ്റ്റോക്കിൻ്റെ വെള്ളം അല്പം കൂടി ഇരുന്നാലും കുഴപ്പമില്ല, നമ്മൾ ഡ്രൈ ആക്കി വരുമ്പോൾ നല്ലതായിട്ട് കിട്ടും. അപ്പോൾ കപ്പയുടെ ഒട്ടും വെള്ളം നമ്മൾ യൂസ് ചെയ്യരുത്. ബീഫ് ബോയിൽ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ എല്ലാ മസാലകളും ഇടുന്നുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഓയിൽ, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില, സവാള, ഇതെല്ലാം ചേർത്ത് നല്ല മിക്സ് ചെയ്ത് നല്ല മസാല എല്ലാം ശരിക്കും ബീഫിൽ പിടിക്കണം. അപ്പോൾ ബീഫ് തുറക്കുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ല് വരണം. ആ ബീഫ് നമ്മൾ ജസ്റ്റ് അല്പം വെള്ളത്തോടു കൂടി, ആ ബീഫിൻ്റെ വെള്ളത്തോടു കൂടി തന്നെ, വേവിച്ച വെള്ളത്തോടു കൂടി തന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. അതാണ് എൻ്റെ മെയിൻ ടേസ്റ്റ്. നമ്മൾ ഇതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ മഞ്ഞപ്പൊടിയുടെ കളർ കൂടിക്കഴിഞ്ഞാൽ അതിനൊരു കുത്തിൽ വരും. മഞ്ഞപ്പൊടി കറക്റ്റായിട്ട് ഇടാവുള്ളൂ. മഞ്ഞപ്പൊടി കൂടിക്കഴിഞ്ഞാൽ അതനുസരിച്ച് അതിനൊരു ടേസ്റ്റ് വ്യത്യാസം വരും. ഇനി നമ്മൾ അതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ പതുക്കെ അതിനെ മിക്സ് ചെയ്യാണ്. ഇനി നമ്മൾ അതിലേക്ക് തക്കാളി നമുക്ക് ഇഷ്ടമല്ലാത്തൊരു ഇടേ ചെയ്യരുത്. ഇതൊരു ഓപ്ഷണലായിട്ട് നമ്മൾ വീഡിയോയ്ക്ക് കളർ കിട്ടാൻ വേണ്ടി മാത്രം ഇട്ടതാണ് തക്കാളി. അപ്പോൾ തക്കാളി ഇട്ട് അല്പം ജീരകത്തിൻ്റെ പൊടി, അല്പം കുരുമുളക് പൊടി, പിന്നെ അല്പം മല്ലിയില, ഇതാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. മല്ലിയിലയും തക്കാളിയും ഓപ്ഷണലാണ്. പിന്നെ ജീരകത്തിൻ്റെ പൊടിയും, അത് ഇഷ്ടമല്ലാത്ത ആൾക്കാർ ചെയ്യേണ്ട. എന്തായാലും കുരുമുളക് ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ചേർത്ത് നമ്മുടെ സൂപ്പർ കപ്പ ബിരിയാണിയാണ്. നല്ല സ്മെല്ലും നല്ല അടിപൊളി കപ്പ ബിരിയാണിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. പെട്ടെന്ന് ഉണ്ടാക്കി തീരുന്ന ഐറ്റം തന്നെയാണത്. Chef at home.